ഇതാണ് റോൾസ് റോയ്സിൻ്റെ 2025 സീരീസ് 2 ഗോസ്റ്റിൻ്റെ റിഫ്രഷ്ഡ് മോഡൽ. ഇന്നിപ്പം റോൾസ് റോയ്സിൽ നിങ്ങൾക്ക് ഏറ്റവും എഫോർഡബിൾ ആയിട്ടുള്ള റോൾസ് റോയ്സ് ആണ് ഗോസ്റ്റ് സീരീസ് 2. എഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 10 കോടിയിലാണ്. ഇന്ന് കസ്റ്റമൈസ് ചെയ്ത് എങ്ങോട്ടും എത്താൻ പ്രൈസ്. ഈ ഒരു വണ്ടിയുടെ റിഫ്രഷ്മെൻറ്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇത് റോൾസ് റോയ്സിൻ്റെ റിയൽ കോർ എസൻസ് റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ഫ്ലൈ. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന മേജർ ഒരു മാറ്റം ഹെഡ്ലൈറ്റിലാണ്. നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ച് ഷാർപ്പായിട്ടുള്ള DRLും അതുപോലെ തന്നെ ഷാർപ്പ് കട്ടിങ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കുറച്ചൊന്ന് മെലഡൈസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കേർവ് കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ മാറ്റം വന്നിട്ടുണ്ട്. ബമ്പർ കുറച്ചുകൂടെ ഒരു ഷാർപ്പറായ രീതിയിൽ താഴെ വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഡിഫറൻസുള്ള ഇങ്ങനെ ഒരു കട്ടിങ് മേലേക്ക് വന്നിട്ടുണ്ട്, ഒരു മീശ കൊമ്പനാക്കി വെച്ച പോലെയാണ്. പിന്നെ റോൾസ് റോയ്സിലുള്ള വെർട്ടിക്കലൈസിലാക്കിയുള്ള ഈ ഒരു ഗ്രില്ലെല്ലാം തന്നെ സ്റ്റീലാണ്, അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്പീഡ് ഓഫ് എക്സസ് നമുക്ക് കാണാം. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം റീറ്റെയിൻ ആണ്. താഴെ നമുക്ക് റഡാറിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നും ഫ്രണ്ടിൽ വന്നിട്ടില്ല. നേരത്തെ നമ്മൾ കളിനെ കണ്ട കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള DRLായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു സ്പൈ ഫോട്ടോ കണ്ടപ്പം ആരോ ഒരു CGI ചെയ്ത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആക്കും. ഏതായാലും അങ്ങനെ ആക്കിയിട്ടില്ല, കുറച്ചുകൂടി മെലഡൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതുണ്ടായിരുന്ന ഷാർപ്പൽ എലമെൻറ്റ്സ് കുറച്ചുകൂടിയും എനിക്ക് തോന്നുന്നു പുതിയ ഗോസ്റ്റിനൊരു ഡിഫറൻസ് കൊണ്ടുവന്നിരുന്നു. ഇപ്പം കുറച്ചൊരു മാറ്റമുണ്ട്. മേ ബി ഇത് യൂസ്ഡായി വന്നേക്കും. ഇത്ര ഫ്രണ്ടിൽ മാറ്റം വന്നിട്ടുള്ളൂ. സൈഡ് പ്രൊഫൈലിൽ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഒരു മാറ്റവും നമുക്ക് കാണാനില്ല. റോൾസ് റോയ്സിൻ്റെ എല്ലാ എലമെൻറ്റ്സും റീറ്റെയിൻഡാണ്, മുമ്പുണ്ടായ പോലെയുള്ള. പക്ഷേ ഒരു മാറ്റമുള്ള വീലിനാണ്. ആ വീലിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 22 ഇഞ്ചിൻ്റെ വീൽ ഇപ്പം വന്നിട്ടുണ്ട്. അതിൽ തന്നെ പല ഡിസൈൻസ് ഉണ്ട്. ബ്ലാക്ക് ബാച്ചിന് വേറെ ഡിസൈൻ ഉണ്ട്. ഇതിപ്പം റെഗുലറാണ്. ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം റിയർ ഹിഞ്ച് ചെയ്തുള്ള കോച്ച് ഡോറാണ്. അത് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ ടച്ച് ചെയ്ത് വിടാം, തുറക്കുമ്പോൾ വിടാൻ പറ്റും. ഉള്ളിൽ ബട്ടൺ ഉണ്ട്. ഫ്രണ്ട് ഡോർ തുറക്കണം, മാനുവലി തുറക്കണം. അടയ്ക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള ബട്ടണും ഉള്ളിലുണ്ട്. ബാക്കിയെല്ലാം റിമെയിൻസ് ചെയ്യും. ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു എംറാൾഡ് ഗ്രീനും അട്രാക്റ്റീവ് കളറാണ്. പിന്നെ ഇതിൻ്റെ മേലെ വന്ന് കോസ്റ്റിൽ തന്നെ ഒരു ഓറഞ്ച് ഗോൾഡനിഷ് ഫീലാണുള്ളത്. അതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ഡുവൽ ടോൺ ആക്കാൻ പറ്റും. പക്ഷേ ഈ പുതിയൊരു സെക്കൻഡ് ജനറേഷൻ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള മോണോട്ടോൺ കളറാണ് ഗോസ്റ്റ്. എന്തായാലും നമുക്ക് വേണമെങ്കിൽ സിഗ്നേച്ചറിൽ ഇവിടെ കൊടുക്കാവുന്ന രീതിയിൽ ബെസ്പോക്ക് ചെയ്യാൻ പറ്റും. അതാണ് റോൾസ് റോയ്സിനെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കാനുള്ള ഒരു എലമെൻറ്റ്. അത് റീറ്റെയിൻ ചെയ്യും. ബേസിക് ആയിട്ടുള്ള റോൾസ് റോയ്സിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ കുറേ ഫീച്ചേഴ്സും എലമെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ത്രൂ ഔട്ട് റോൾസ് റോയ്സിൽ കാണാം. അതിൽ ഒന്ന് മെറ്റീരിയൽസ് തന്നെയാണ്. ആ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റി മെറ്റീരിയലും അതുപോലെ തന്നെ ബിൽഡും ഫിറ്റ് ആൻഡ് ഫിനിഷും റോൾസ് റോയ്സിൻ്റെ എലമെൻ്റ് ആണ്. അത് നമ്മൾ ഫാൻറ്റം മുതൽ ഇവിടെ ഇപ്പം ഗോസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ലൈനപ്പിലെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്ന ഗ്ലിറ്ററായിട്ട് കാണുന്ന എല്ലാം തന്നെ മെറ്റലാണ്. അതുപോലെ തന്നെ ലെതർ എന്നാൽ ഹൈ ക്വാളിറ്റി നാപ്പ ലെതറാണ്. ഡബിൾ സ്റ്റിച്ച് ഉണ്ട്. പിന്നെ വുഡായിട്ടുള്ള സംഗതി കാണുന്നതെല്ലാം വുഡാണ്. ഇനിയിപ്പോൾ അത് കാർബൺ ഫൈബർ ആണെങ്കിൽ റിയൽ കാർബൺ ഫൈബർ. ഒന്നും തന്നെ ഫേക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ല. പിന്നെ വുഡിനെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ലാക്കർ ഫിനിഷ്, 2, 3, 4 ലെയറിലുള്ള ലാക്കർ വന്നിട്ട് അത്രയും ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്ക്രാച്ച് എല്ലാം കുറയ്ക്കാൻ പറ്റും. എന്നാലും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സ്ക്രാച്ചുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു എലമെൻ്റ് റോൾസ് റോയ്സിലുള്ള സൗണ്ട് സിസ്റ്റം. ബിസ്പോക്ക് സൗണ്ട് എന്നേ പറയുള്ളൂ. അത് ആരാണ് അവരുടെ സൗണ്ട് പ്രൊവൈഡേഴ്സ് എന്ന് ഇതുവരെ പറയാറില്ല. അപ്പോൾ അതും അങ്ങനെ തന്നെ ഇതിലും മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ ഫേസ് ലിഫ്റ്റിൽ വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് കാണാവുന്നതെല്ലാം തന്നെ സെക്കൻഡ് ജനറേഷനിൽ വന്നിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. പിന്നെ വന്നിരിക്കുന്ന ഇൻഫർടൈൻമെൻറ്റിലുള്ള അപ്ഡേഷനാണ്. പിന്നെ സ്പെക്ട്രൽ കണ്ട പോലെ ഗോസ്റ്റിൻ്റെ ഒരു ഗ്രാഫിക്കോട് കൂടിയുള്ള ഒരു പാനൽ വന്നിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഓഫ് എക്സസി ക്ലോക്കെല്ലാം ഗ്ലാസിനുള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക് അപ്ഡേഷൻസ് ഒന്ന് ചേഞ്ച് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ബട്ടൺസ് എല്ലാം ഇപ്പം ഡോർ ക്ലോസ് ചെയ്യാനുള്ള ഇവിടെ കാണാം. നേരത്തെ ഫസ്റ്റ് ജനറേഷനിലും ഈ ഒരു പൊസിഷനിലായിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് അവിടെ തപ്പുമ്പോൾ കാണാത്തതൊന്നും. പക്ഷേ ഇത് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന സ്പെക്ടറിലും പുതിയ കളറിനെല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഈ റോട്ടറി നോമിനെല്ലാം തന്നെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. റോൾസ് റോയ്സിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ എലമെൻറ്റ്സ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ റോൾസ് റോയ്സിൻ്റെ എലമെൻറ്റ് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പം എപ്പോഴും എടുത്ത് പറഞ്ഞ കാര്യം റോൾസ് റോയ്സിൻ്റെ ബിസ്പോക്കിംഗ് ഇൻറ്റീരിയർ എന്ന് പറയും.
ഏറ്റവും അധികം കസ്റ്റമൈസ് ചെയ്യുന്ന ഇൻറ്റീരിയർ ആണ് റോൾസ് റോയ്സിലുള്ളത്. അതിൽ മില്യൺസ് ഓഫ് ചോയ്സ് എന്ന് പറയാം. മില്യൺസ് ഓഫ് ചോയ്സ് ആണ് കോമ്പിനേഷൻസ് വെച്ച് കളർ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. പണ്ടേ നമ്മൾ കാരണം കേട്ടിട്ട് വന്നുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം ഭാര്യയുടെ ഹാൻഡ് ബാഗിൻ്റെ കളർ കൊടുത്തു, ലിപ്സ്റ്റിക്കിൻ്റെ കളർ കൊടുത്തു. ഇതെല്ലാം പ്രാക്ടിക്കലി നടന്നിട്ടുള്ള കാര്യങ്ങൾ. അത് അങ്ങനെ തന്നെ റീറ്റെയിൻഡ് ആണ്. റോൾസ് റോയ്സ് സാധാരണ സൺറൂഫിനേക്കാളും കാസ്കേജ്ഡ് ആയിട്ടുള്ള ഒരു റൂഫാണ് വരാറുള്ളത്. അപ്പോൾ ഓപ്ഷനായിട്ട് നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നു, കമ്പനി സജസ്റ്റ് ചെയ്യുന്നു ഇത്രയായിട്ട് യൂണീക്ക് ആയിട്ടുള്ള സ്റ്റാർ ഗേസിങ്ങോട് കൂടിയുള്ള ഒരു റൂഫാണ്. റിയറിൽ 2 സീറ്റ് ഓപ്ഷൻസ് ആണ്. ബെഞ്ച് സീറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാപ്റ്റൻ സീറ്റും ഉണ്ട്. നമ്മളിന്നിപ്പോൾ ഓടിക്കുന്ന വണ്ടികളിലെ ബെഞ്ച് സീറ്റാണ്, അതാണ് കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ള സീറ്റ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലുള്ള കളർ കോമ്പിനേഷൻ ബേജ്, ഓറഞ്ച്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞുകൂടെ ഗ്രേ ആണ്. അത്രയാണ് ലെതറിൽ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ബ്ലാക്ക് കൊടുത്തത്. നല്ല അഴുക്കാവുന്ന ഭാഗത്ത് ആക്ച്വലി ബ്ലാക്ക് കൊടുത്തത്. പക്ഷെ എന്നാലും ഡോർ പാഡിലെല്ലാം തന്നെ ബേജ് വന്നുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം. ഇങ്ങനത്തെ കാറുകളിൽ അതെനിക്ക് പ്രശ്നം തോന്നാറില്ല ബേജിൽ, കാരണം അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളുണ്ടാവും, മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെ. പിന്നെ ഉപയോഗിക്കുന്ന ആളുകളും ഒരുപാട് ചളിയോ പൊടിയോ നിർത്തുന്നുള്ള വരുന്നുണ്ടാവാം. പിന്നെ ഈ കോമ്പിനേഷൻസ് എല്ലാം നമുക്കൊരു സ്റ്റാൻഡേർഡ് അല്ല. നമുക്ക് എല്ലാത്തിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ട സിഗ്നേച്ചർ അഡ്രസ് ലോഗോ എല്ലാം കൊടുക്കുക. ഇതെല്ലാം റോൾസ് റോയ്സിൻ്റെ ഒരു എലമെൻ്റ് ആണ്. അത് റീറ്റെയിൻ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ റോൾസ് റോയ്സിന് ഉണ്ടായിരുന്ന ചാലഞ്ച്. അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന ആദ്യത്തെ തോന്നിക്കുന്നൊരു ഫീലും ഇരിക്കുമ്പോഴുള്ള പൊസിഷനും എല്ലാം അതെല്ലാം ഗോസ്റ്റിന് ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് വേണം പറയാം. വിച്ച് ഓൾ ആർ റിയലി ഗ്രേറ്റ് ആൻഡ് അപ്രീഷിയേറ്റബിൾ. സോ വേറെ ഒന്നും പറയാനില്ല. ആക്ച്വലി ദ ടോപ്പ് ആൻഡ് ലക്ഷറിയിൽ ഒന്ന് തന്നെയാണ് ഗോസ്റ്റ്. ഇത്രയിലാണെങ്കിലും എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ എനിക്ക് തോന്നിയുള്ള ഒരു ഡ്രോബാക്ക് ഇവിടെയാണ് സീറ്റ് മെമ്മറിയും അതുപോലെ തന്നെ സീറ്റ് മസാജിൻ്റെ ഉള്ള ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീറ്റ് ഹീറ്റിങ്ങിൻ്റെ ഒരു ബട്ടണുണ്ട്. ഇത് നമ്മളെ കാല് തട്ടുന്ന ഒരു സ്ഥലത്താണ് പലപ്പോഴും എൻ്റെ അറിയാതെ തന്നെ കാല് തട്ടും. ചിലപ്പോൾ ഉണ്ടാവും സീറ്റെല്ലാം മാറുന്നതാണ്. അപ്പോൾ ആ ഒരു പൊസിഷനെല്ലാം മാറിപ്പോകുന്ന ആ പൊസിഷൻ വരുമ്പോൾ എനിക്കൊരു ഐഡിയലായിട്ട് തോന്നിയിട്ടില്ല. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ളൊരു സിസ്റ്റം എല്ലാ വണ്ടികളിലും AC ഓൺ ആക്കാനുള്ള ബട്ടണാണ്. ഇതിൽ വന്നിരിക്കുന്ന ഓഫ് ചെയ്യാനുള്ള ബട്ടൺ. അപ്പോൾ AC ഓഫ് ആണെങ്കിൽ മാത്രമേ ബട്ടൺ. അത് നമുക്ക് പരിചിതമായിട്ടുള്ള ഇന്ത്യയിലെല്ലാം ഫസ്റ്റ് നമ്മൾ 1 to 4 കണ്ടു. മെർസിഡീസിൽ അന്ന് AC ഡിഫോൾട്ടായിട്ട് ഓൺ ആവും, ഓഫ് ആക്കണമെങ്കിൽ ആ ബട്ടൺ ഉണ്ടായിരുന്നു. അത് എന്താ യൂറോപ്യൻ ഫാക്ടേഴ്സാണ്. പിന്നെ ഒരു കാര്യമുള്ള റീസർക്കുലേഷൻ. അത് പല യൂറോപ്യൻ കാസിലും എസ്പെഷ്യലി ജർമ്മൻ കാസിൽ കാണുന്ന കുറേ കഴിഞ്ഞാൽ റീസർക്കുലേഷൻ കട്ട് ഓഫ് ആവും ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ നമ്മൾ റീസർക്കുലേഷൻ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങളുണ്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ കംപ്ലയിൻറ്റ് ഫ്രീ ആണ്. ഒരു ഗോസ്റ്റിൻ്റെ മുതലാളി എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാവരും ഇരിക്കാവുന്ന ഒരു പൊസിഷനാണ് ഇത്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഡ്രൈവ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ മിഡിൽ ഈസ്റ്റ് പോലെ മാർക്കറ്റിലെല്ലാം സ്വന്തം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നൊരു ഒക്കേഷൻ വരുമ്പം നമുക്കൊരു ഡ്രൈവറെ കൂടെ പോകണമെങ്കിൽ മിക്കവാറും ഇരിക്കുന്ന ഒരു പൊസിഷനാണിത്. ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു സോഫ സീറ്റാണ് റോൾസ് റോയ്സിന് ഏറ്റവും അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലുള്ളത്. ഇൻറ്റീരിയർ കളർ ഓപ്ഷൻസ് കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ നമുക്ക് ഓപ്ഷണലായിട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നമുക്ക് ബ്ലൈൻഡ് കാണുന്നില്ല, കേർട്ടനായിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഓപ്ഷണലായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പൊസിഷനിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സി പില്ലറിൻ്റെ പിന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി കിട്ടും. പക്ഷേ ഒരു ഗ്ലാസ് ഉണ്ട് ഇവിടെ, നമുക്ക് പുറത്തേക്ക് നോക്കാനാണ്. പുറത്തുള്ള വ്യൂ നമുക്ക് ഒരു ഗ്ലാസ് ബ്ലാക്ക് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ടിൻഡ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ, പുറത്തുനിന്നുള്ളോട്ടുള്ള വ്യൂ കംപ്ലീറ്റ്ലി കട്ടാവും. പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അപ്രൈറ്റ് സീറ്റ് പൊസിഷനാണ് റോൾസ് റോയ്സ് റിയർ പൊസിഷനിൽ ഉണ്ടാവാറുള്ളത്. ക്യാപ്റ്റൻ സീറ്റ് അവൈലബിൾ ആണ് ഓപ്ഷനായിട്ട്. അത് കുറേ റിക്ലൈനിൽ ചെയ്യാൻ പറ്റുമെങ്കിലും സാധാരണ റോൾസ് റോയ്സ് കസ്റ്റമേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇതാണെന്നാണ് പറഞ്ഞത്. ഒന്നാമത് ഒരുപാട് ലോങ് അല്ല റോൾസ് റോയ്സിൽ ആളുകൾ പോകാറുണ്ട്, ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്നും വീട് വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം അതിനേക്കാളേറെ ഞാൻ കണ്ടിട്ടില്ല ഈ റോൾസ് റോയ്സ് ലോൺ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഡെയിലി ഓഫീസിൽ പോകേണ്ടെന്ന് വരാറില്ല. അവർ കൺട്രോളെല്ലാം സിസ്റ്റമാറ്റിക് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പം ഒക്കേഷൻസും മീറ്റിങ്സും ഒരു ചിലപ്പോൾ ഡീല് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ചില എന്താ പറയുക പാർട്ടീസിനെല്ലാം പോകാനായിരിക്കണം. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഫുള്ള് ഡ്രസ്സപ്പ് ചെയ്ത് പോകുമ്പം ഒന്ന് ചുളിവൊന്നാവാതെ എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് ഈ ഒരു പൊസിഷൻ ഈസ് റിയലി ഗുഡ്. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ് ബെസ്പോക്ക് ഓഡിയോ എന്ന് പറഞ്ഞാൽ റോൾസ് റോയ്സിൻ്റെ സൗണ്ട് സിസ്റ്റം. ഇതിൻ്റെ പുറമെ നമുക്കിവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. അത് ബട്ടണിൽ ശരിക്കും റിക്ലൈൻ ബട്ടണിൽ നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ സ്ക്രീൻ ടച്ച് ഫംഗ്ഷനാണ്. അവിടെ സീറ്റ് കൺട്രോളിൽ നമുക്ക് ഇതിൽ മസാജ് ഓപ്ഷനും അതുപോലെ തന്നെ കൂളിംഗ് ഓപ്ഷനും ഹീറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. കൂളിംഗ് ഇതിൽ ഓപ്ഷനായത് വന്നിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. മസാജ് ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പം ഓണാക്കുന്നില്ല, കാരണം എന്തായാലും അത് ഒറ്റയ്ക്കിരുന്ന് ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം. ക്ലോസ് ചെയ്യണമെങ്കിലും ബട്ടണിൽ തന്നെ പറ്റും. ഇതിൻ്റെ പുറമെ ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് ഉണ്ട്. ഇത് ആദ്യം വെച്ച് കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഒരു ക്യാപ്റ്റൻ സീറ്റിൻ്റെ ഫീലുള്ളത്. അതിൽ പുറമെ നമുക്കിവിടെ
ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാനുള്ള നോബ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനും ഫുള്ള് വുഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലോ ബോക്സ് ഉണ്ട്, അതിൽ 12 വോൾട്ട് ചാർജിങ് ഉണ്ട്. ഇതിൻ്റെ പുറമെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെറിയ രീതിയിൽ റിക്ലിനേഷനിൽ ഇതിനും പറ്റും. അത് നമുക്ക് ഇവിടെ തന്നെ ബട്ടണിൽ വന്നിട്ടുണ്ട്. ഇത്രയാണ് ഏറ്റവും അപ്രൈറ്റ് പൊസിഷൻ. ആരും അങ്ങനെ ഇരിക്കാവുന്ന ചാൻസുള്ള ഒരു പൊസിഷൻ എന്താ. പക്ഷേ ഇനി ഫുൾ റിക്ലൈൻ ചെയ്താൽ ഇത്രയും കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ കയറിയപ്പോൾ തന്നെ ഇരുന്ന പൊസിഷൻ. അതിൻ്റെ പുറമെ ഫ്രണ്ടിലെ സീറ്റ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഫുള്ള് റിക്ലൈൻ ചെയ്തുള്ള ക്യാപ്റ്റൻ സീറ്റ് ടൈപ്പിൽ എല്ലാ തന്നെ നമുക്ക് ഇത്രയും സ്പേസ് ലഭിക്കുന്നത് ലോങ് വീൽ ബേസും കൂടിയല്ല, എന്നിട്ടും ഇത്ര സ്പേസിന്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് റിക്ലൈൻ ചെയ്തത് ഇരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കംഫർട്ടബിൾ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നെ ഡ്രസ് എടുക്കുമ്പോൾ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ആക്ച്വലി റിയർ സീറ്റിലുള്ള ഫീച്ചേഴ്സ്. ഇതിൽ റിയർ എയർ വെൻ്റ് ഇവിടുന്നെല്ലാം വരുന്നതിന് റിയർ കൺട്രോളുണ്ട്, USB-C ചാർജറുണ്ട്. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് ഉപയോഗിക്കാനുള്ള ഓക്സ് കേബിളിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ സ്റ്റാർ ഗേജ് റൂഫാണ്. ഇതെല്ലാം റോൾസ് റോയ്സിലെ ഒരു എലമെൻറ്റ് തന്നെയാണ്, എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം റോൾസ് റോയ്സ് എപ്പിസോഡ്സ് നമ്മളത് കണ്ടവർക്കെല്ലാം ഇത് കോമൺലി അറിയുന്ന കാര്യമായിരിക്കും. റിയർ ഡോർ ഹിഞ്ച്, അതുപോലെ തന്നെ ഇവിടെ ബട്ടൺ വരുന്നത് ക്ലോസ് ചെയ്യാനുള്ള, അതെല്ലാം ഒരു കോമൺ ഫാക്ടറാണ്, എടുത്ത് പറയേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഇത് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്ക് പഴയ റോൾസ് റോയ്സ് എപ്പിസോഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതും ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കും. സ്പോർട്ടിയും ലക്ഷറിയും ശരിക്കും ഒരുമിച്ച് വാഴില്ല എന്ന് പറയാം. സ്പോർട്ട്നെസ് ഉണ്ടാവാം, ലക്ഷറിനെസ് ഉണ്ടാവാം. പക്ഷേ രണ്ടിനൊരു അൾട്ടിമേറ്റ് എടുക്കുന്ന ഒരു സന്ദർഭത്തിൽ രണ്ടും ഒരുമിച്ച് പോവാത്ത പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തില്ല. അതാണ് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നത്. കാരണം ഏറ്റവും അൾട്ടിമേറ്റ് സ്പോർട്ടി കാറിൽ നമുക്ക് ഒരിക്കലും അൾട്ടിമേറ്റ് ലക്ഷറി കൊണ്ടുവരാൻ പറ്റില്ല. സെയിം ആസ് അൾട്ടിമേറ്റ് ലക്ഷറി കാറിലും അൾട്ടിമേറ്റ് സ്പോർട്ട്നെസ് കൊണ്ടുവരാൻ പറ്റില്ല. ഇതാണ് നമ്മളിവിടെ റോൾസ് റോയ്സിൽ എപ്പോഴും ഫീൽ ചെയ്യാറില്ല. ബേസിക്കലി ഇപ്പോൾ ഈ ഗോസ്റ്റ് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഫീലും അതാണ്. കാരണം നമ്മൾ ഒരു ലക്ഷറി മെഷീൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു റിഫൈൻമെൻറ്റ്, കംഫർട്ട്, ആ സൈലൻസ്, പിന്നെ ഈസിനെസ്, ഇതെല്ലാം ഒരു അൾട്ടിമേറ്റ് ആണ് റോൾസ് റോയ്സിലിപ്പോൾ കാണാറുള്ളത്. ഒരിക്കലും ഫാൻറ്റത്തിൻ്റെ മേലേക്ക് ഒരു റോൾസ് റോയ്സ് നിൽക്കുന്നില്ല. അത് ഞാൻ ജനറലി പറയാണ്. പലരുടെയും ഒരു ധാരണ ഇന്നിപ്പോൾ കളിനൻ കുറേ കാണുന്നുണ്ട്, കളിനനാണ് ടോപ്പ് ഓഫ് ദി റേഞ്ച് റോൾസ് റോയ്സിനോ. ഫാൻറ്റം ഈസ് സ്റ്റിൽ ദ ടോപ്പ് ഓഫ് ദി റേഞ്ച്. അതിന് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഒരു സിഡാൻ ഫോം തന്നെയാണ് ഏറ്റവും എലഗൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫോം, നോട്ട് SUV. പലരും ഇന്ന് പറയാം SUV ഫാൻസാണ്. ചിലപ്പം അഭിപ്രായ വ്യത്യാസമെല്ലാം അവർക്കുണ്ടാവാം. ഐ ഡോണ്ട് കെയർ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതിൻ്റെ ടോപ്പ് ആൻഡ് ലക്ഷറി നിൽക്കുന്നത് സിഡാൻസാണ്. റോൾസ് റോയ്സിനാണ് ഫാൻറ്റമാണ്. അതുപോലെ തന്നെ ബെൻലി സംബന്ധിച്ചിടത്തോളം ഫ്ലൈങ് സ്പെറിൽ ഇപ്പം ആക്ച്വലി മുൾസാൻ ഇല്ലാത്തതുകൊണ്ട് ഫ്ലൈങ് സ്പെറിലാണ് നിൽക്കുന്നത്. മാബാക്കിൽ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി S-Class ആണ് ടോപ്പ് ഓഫ് ദി റേഞ്ച്, GLS അല്ല. പിന്നെ BMW നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്രാ ലക്ഷറിയിൽ കാറ്റഗറിയിലല്ല എന്ന് പറഞ്ഞാൽ പോലും 7 സീരീസ് എല്ലാം നല്ല ലക്ഷറീസാണ്. എഗെയിൻ X7 അല്ല. ഇത് ഞാൻ പറയാൻ കാരണം ആ ഒരു ഫോം, സ്റ്റേറ്റ്ലി ഫോം, ബോഡി സ്റ്റൈലിലും ഡിസൈനിലും ശരിക്കും കിട്ടുന്നത് സിഡാനിൽ തന്നെയാണ്, SUV-നേക്കാളും. അപ്പോൾ ഈ ഒരു സിഡാനിൽ എൻട്രി ലെവലാണ് ഗോസ്റ്റ്. ഏത് എൻട്രി ലെവൽ? 10 കോടി രൂപ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്നാണ് എൻട്രി ലെവൽ. അത് കസ്റ്റമൈസ് ചെയ്ത് പോകുമ്പോൾ എവിടേക്ക് എത്താമെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം റീസെൻ്റ്ലി ഞാൻ കേരളത്തിൽ തന്നെ ഒരു കസ്റ്റമർ, ഒരു വെൽ നോൺ ആയിട്ടുള്ള ആളാണ്, ഞാൻ ഇപ്പോൾ ആളെ അൺവീൽ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ റീസെൻ്റ്ലി തന്നെ പുള്ളിനെ കുറിച്ചെല്ലാം നല്ല ഇൻഫർമേഷൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ഗോസ്റ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് ബാഡ്ജാന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്തത് പ്രൈസ് വരുന്നത് 17 crore-ലാണ്. 17 crore എന്ന് പറഞ്ഞാൽ പണ്ട് ഫാൻറ്റത്തിൻ്റെ ടോപ്പ് ഓഫ് ദി റേഞ്ചിൻ്റെ പ്രൈസ് ആയിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ ഫാൻറ്റെല്ലാം ടോപ്പ് ഓഫ് ദി റേഞ്ച് ആകുമ്പം 20-24 crores എല്ലാം ഉണ്ടാവും. കണ്ണിനും അത്രയെല്ലാം വരാറുണ്ട്. പക്ഷേ ഇത് ഹൈ കസ്റ്റമൈസേഷൻ ആണ്ട് 17 കോടി രൂപ വരുന്നത്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു സിഡാൻ ഫോം അതിപ്പം എൻട്രി ലെവലാണെങ്കിൽ ശരി, ടോപ്പ് ഓഫ് ദി റേഞ്ച് ആണെങ്കിൽ അതൊരു വേറെ തന്നെ ഫീലാണ്. റോൾസ് റോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എലമെൻറ്റ്, ഈസി, കംഫർട്ട്, റിഫൈൻഡ് ഫീൽ, അത് ഈ ഒരു റോൾസ് റോയ്സിലാണെങ്കിൽ ഏത് മോഡലിലും നമുക്ക് കാണാം. ഗോസ്റ്റിലാവട്ടെ, കളിനനിലാവട്ടെ, സ്പെക്ടറിലാവട്ടെ, ഫാൻറ്റത്തിലാവട്ടെ, എല്ലാത്തിലും അത് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. ആകെ ഒരു വ്യത്യാസം ഇതിലെല്ലാം V12 ആണെങ്കിൽ സ്പെക്ടറിൽ മാത്രം ഇലക്ട്രിക്കാന്നുള്ള വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഒരുപോലെയല്ല. 6.75 ലിറ്ററിൻ്റെ V12 ആണ്. ഇതിലിപ്പം ബ്ലാക്ക് ബാഡ്ജ് എഡിഷനിൽ ഏകദേശം 600 HP ആണെങ്കിൽ നോർമൽ എഡിഷനിൽ വന്നിരിക്കുന്നത് 563 HP ആണ്.
അപ്പോൾ ആ ഒരു പവർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അത് റോൾസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ സ്പോട്ടിയർ എന്നേ പറയുന്നുള്ളൂ, നോട്ട് സ്പോട്ടിയർ. അത് നോർമലിനേക്കാളും സ്പോട്ടിയർ ആണ് ബ്ലാക്ക് ബേർഡ്സ് എന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും റോൾസ് റോയ്സ് സ്പോട്ടി മെഷീൻ അല്ല. സോ ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പം നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ആ ഷേക്ക് സാദറോട്ട് എൻ്റർ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഫീൽ യു ആർ സ്പെഷ്യൽ. ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഷോഫറായിട്ട് ബാക്കിലിരിക്കുന്ന ആളാണെങ്കിലും ഇതിൽ പോകുമ്പോൾ ഫീലാണ് വലിയ ഫാക്ടർ. അതിന് ശരിക്കും പറ്റുന്നാൽ ഈ ഒരു കാറിലെ പല സംഗതിയും അതിന് സറൗണ്ടിങ്ങാണ് നിൽക്കുന്നത്. അതാണ് ഇതിലെ ലക്ഷറി എന്ന് പറയുന്നത്. ഇപ്പം സ്റ്റിയറിംഗ് മുതൽ എൻജിൻ മുതൽ ക്യാബിനിലുള്ള നോയ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ബാക്കിലുള്ള സീറ്റ് കൂളിങ്ങിൻ്റെ ഞാൻ വേണേൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ടും ഇല്ല. അത്രയ്ക്കും കൺസീൽ ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഡബിൾ ഗ്ലേസ് ഗ്ലാസ് ആണ്. ഒരുപാട് അക്യൂസ്റ്റിക്സ് വന്നിട്ടുണ്ട്. ഈ ഗ്ലാസിനുള്ളിൽ എക്സ്ട്രാ പാഡിങ്ങുകളെല്ലാം കൊടുത്തിട്ട് സൗണ്ട് കുറയ്ക്കുന്ന അബ്സോർബ് ചെയ്യുന്ന പല സംഗതി ചെയ്തിട്ടുണ്ട്. ഇത് റോൾസ് റോയ്സിലൊരു കോമൺ എലമെൻ്റ് ആണ്. ഞാൻ ഇതിൽ മാത്രം എടുത്ത് പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഫാൻറ്റവും കളിനും റീസെൽ സ്പെക്ട്രം എല്ലാം കൊണ്ടുവന്നു. ഇതിലെല്ലാം തന്നെ കോമൺലി ഫീൽ ചെയ്ത കാര്യമാണ്. ഇത് ഇപ്പോൾ 2025 ഫേസ് ലിഫ്റ്റഡ്, അതായത് സീരീസ് 2 ആയി വന്ന് എന്ന് വെച്ചാലും ഒരു മാറ്റം തോന്നാത്തൊരു കാര്യമാണ്. കാരണം എന്താ, ഇത് ഓൾറെഡി ഒരു അഡ്പർ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ റീറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഗോസ്റ്റിൽ ഫസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതന്നെ ഈ ഒരു കംഫർട്ടിന് ലക്ഷണം ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എഞ്ചിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ പവർഫുള്ളാണ്. 563 HP എന്ന് പറഞ്ഞാൽ ചെറിയ പവറൊന്നുമല്ല, അത്യാവശ്യം നല്ല ടോർക്കുമാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു 8 സ്പീഡ് ഗിയർ ബോക്സിലൂടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മോസ്റ്റ് റിഫൈൻഡ് വേയിൽ, അല്ലാതെ ഒരു എന്താ പറയുക ഒരു സ്പോട്ടി ഒരു ഗ്രൗളി ടൈപ്പിലല്ല. ഓഫ്കോഴ്സ് നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പം എഞ്ചിൻ്റെ ഒരു ഗ്രൗള് ഫീൽ ചെയ്യും. ദാറ്റ് അഗെയിൻ ലൈക്ക് ഒരു ഫീല്, ലക്ഷറിയസ് ഫീലല്ല, സ്പോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഫീലല്ല. പവറിന് വെച്ചാൽ പവറിലുണ്ട്, പവർ എടുത്ത് അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അത് ഫീൽ ചെയ്യുന്ന രീതിക്കുള്ളൊരു വ്യത്യാസം, വലിയൊരു ഡിഫറൻസാണ്. അത് തന്നെയാണ് ഈ ഒരു റോൾസ് റോയ്സിൽ ഏത് മോഡലും ഉണ്ടാകുന്നത്. അത് ഗോസ്റ്റിലും കീപ്പ് ചെയ്യുന്നത്. ഈ കുറച്ച് ചേഞ്ചസ് ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്ന കുറച്ചുകൂടി ജനറിക് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ പോലും ഈ ഒരു കാര്യങ്ങൾ റോൾസ് റോയ്സിൻ്റെ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ റീറ്റെയിൻഡ് ആണ്. സ്റ്റിയറിംഗ് ആണെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു സോഫ്റ്റ്നെസ്. ശരിക്കും നമ്മൾ എപ്പോഴും റോൾസ് റോയ്സിനെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് ഓടിക്കുന്ന റോൾസ് റോയ്സ് ഒരു 80s മോഡലുള്ള സിൽവർ സ്പിരിറ്റ് ആയിരുന്നു. ഫാൻറ്റസിൻ്റെ മുന്നേ, അതായത് ഷോയെല്ലാം തുടങ്ങുന്ന മുന്നേ, അത് നമ്മളൊരു കോഴിക്കോട് ഒരു സിൽവർ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അത് കൊടുക്കുന്ന പറയുമ്പോൾ ചെന്നൈയിലൊരു ഫ്രണ്ട് പുള്ളി കളക്ടറായിരുന്നു. അന്ന് അത് ഓടിക്കാൻ പോയി എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അന്വേഷിക്കാൻ പോയ സമയത്ത് എനിക്ക് ഓടിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാനതങ്ങനെ ചോദിച്ച് വാങ്ങിയ പോലെ തന്നെ വാങ്ങി. അത് ഓടിക്കുമ്പോൾ കിട്ടിയൊരു ഫീലുണ്ട്, ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ്. അത് തന്നെ ഇന്നും നമുക്ക് ഫീൽ കിട്ടുന്നത്. ഓഫ്കോഴ്സ് കുറച്ച് വെയിറ്റെല്ലാം കൂടിയതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. കുറച്ച് സ്പീഡ് കൂടുമ്പോൾ സ്പീഡ് സെൻസിറ്റീവ് ആയിട്ടുണ്ട്. അന്ന് ഭയങ്കര ലൈറ്റായിരുന്നു ഫുള്ളി സ്പീഡിൽ പോകുമ്പോഴല്ലോ. ഇന്നിപ്പോൾ അതല്ല, ഇന്ന് കുറച്ചൊരു മാറ്റം. പക്ഷേ നിർത്തിയിട്ട് തിരിക്കുമ്പോൾ ടേൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ. ഇതിൻ്റെ പുറമെ കുറച്ചുകൂടി ടേണിംഗ് റേഡിയസ് ബെറ്റർ ആൻഡ് 4-wheel സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. വളരെ മൈനറാണ് അതിൻ്റെ ഒരു ആങ്കിളും ഡിഗ്രി. പക്ഷേ കൂടുതലും ഉദ്ദേശിക്കുന്നത് കംഫർട്ടബിളി ടേണെല്ലാം എടുക്കാനാണ്. അതെല്ലാം മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ എയർ സസ്പെൻഷനാണ് വരുന്നത്. എയർ സസ്പെൻഷൻ ആ ഫ്ലോട്ട് ചെയ്യുന്ന രീതി. ഇപ്പോൾ ഇത് ഈ ഒരു സൗണ്ട് സ്ട്രിപ്സ് വെക്കുന്നതിലൊക്കെ പലപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം റോഡിൽ കാണും. അത് ശരിക്കും അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് വെക്കുന്നതുകൊണ്ട് ഉള്ളിലേക്ക് അറിയും. അതല്ലാതെ ഇപ്പോൾ ഈ ഒരു ജോയിൻറ്റ് ഇപ്പം എൻ്റെ മുന്നിൽ വണ്ടി ഒന്ന് ജമ്പ് ചെയ്ത് അത് ഇതിലുണ്ടായിട്ടില്ല. ഇതാണ് റോൾസ് റോയ്സിൻ്റെ മറ്റൊരു എലമെൻറ്റ്, കംഫർട്ട്, സസ്പെൻഷൻ്റെ കംഫർട്ട്. മറ്റൊരു കാര്യമുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള റിഫൈൻമെൻറ്റോട് ഞാൻ സംസാരിക്കുന്ന പോലും വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ്. അതും മറ്റൊരു ഘടകമാണ് ഗോസ്റ്റിൽ. അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഡബിൾ ഗ്ലേസ് ഗ്ലാസും ഒരു സെറീനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എല്ലാം തന്നെ മാറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റോൾസ് റോയ്സിലാണ് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലിരിക്കുമ്പോൾ ഉള്ള ഫീലുണ്ട്. ഓഫ്കോഴ്സ് ബാക്കിൽ ഇരിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇത്തവണ കിട്ടി ഡ്രൈവ് ചെയ്യാനാണ്. ഇപ്പോൾ റോൾസ് റോയ്സിൽ ഒരു അപ്ഡേഷൻ, ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് എല്ലാം പറയുമ്പോൾ നമ്മൾ സീരീസ് 2 എന്നെല്ലാം പറഞ്ഞ് വരുമ്പോൾ അതിൽ വരുന്ന ഒരു അപ്ഡേഷൻസ് എല്ലാം വളരെ മൈനറായിരിക്കും. മൈനർ ഇൻ സെൻസ് ലൈക്ക് കാണുമ്പോൾ വിസിബിലിറ്റിയിൽ മൈനറായിരിക്കും. കാരണം ഇപ്പോൾ ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇൻറ്റീരിയറിൽ നമുക്ക് വേണ്ട തരത്തിൽ മില്യൺസ് ഓഫ് ഓപ്ഷനിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അഡീഷൻസിൽ വന്നാണ് രസമുള്ള കാര്യങ്ങൾ. ബാക്കി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ലിഫ്റ്റ് പറഞ്ഞിട്ട് മറ്റുള്ള ബ്രാൻഡുകൾ അധികം ഉണ്ടാകുന്ന പോലെ വലിയ മേജറായിട്ട് ലൗഡായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരേണ്ടില്ല. അപ്പോൾ അത് വലിയൊരു എലമെൻ്റാണ്. അത് റോൾസ് റോയ്സിൽ നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. ഇപ്പം കളിനാണെങ്കിലും ആ ലൈറ്റിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് എല്ലാം വന്നേ വന്നുള്ളൂ. അല്ലാതെ ബാക്കി മേജറായിട്ടുള്ള ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി മാറുക അതൊന്നുമില്ല. അല്ല അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകും. നമ്മൾ ഡ്രൈവ് ആണെങ്കിൽ അത് തന്നെ കിട്ടുന്നത്.
ഞാൻ പറഞ്ഞ പോലെ സ്പോട്ടി സെറ്റിങ് കാര്യമൊന്നും പറയാനുള്ളതില്ല. ഗിയർ ബോക്സിലാക്കി ലോ സെറ്റ് മാത്രം, ഇതെല്ലാം അങ്ങനെ തന്നെ കാലങ്ങളോളം വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് റോൾസ് റോയ്സ് ആയി പോയിരുന്നത്. ഇപ്പോൾ നമ്മൾ കോർണിഷ് കഴിഞ്ഞാണ് മില്ലി ഡ്രൈവിൽ ഓടിച്ചായിരുന്നു. ആ ഒരു ഫീൽ തന്നെ ഇന്നും ഈ ഒരു ഗോസ്റ്റ് ഓടിക്കുമ്പോൾ ദാറ്റ് ഈസ് കെപ്റ്റ്, വിച്ച് ഈസ് അഗെയിൻ എ ഹ്യൂജ് ലക്ഷറി എലമെൻറ്റ്. ആൻഡ് ആ സ്റ്റേറ്റ്മെൻറ്റ് ആയി മാറുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് ലക്ഷറിയിലെ ഒരു വലിയ എലമെൻറ്റാണ്. ആൻഡ് റോൾസ് റോയ്സ് ഇൻ ഗ്രേറ്റ് ഇൻ കീപ്പിംഗ് ഇറ്റ്. ഹാറ്റ്സ് ഓഫ് ടു ഗൈസ്. എന്തായാലും ഈ പുതിയ ഗോസ്റ്റ് വന്നപ്പോഴും വി ആർ ഫസ്റ്റ് ടു ബ്രിങ് യു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് താല്പര്യമുള്ളവരുണ്ടാവും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ ഉടനെ കിട്ടും. അടുത്ത തവണ മറ്റൊരു ലക്ഷറിയസ് വണ്ടിയോ സ്പോട്ടി വണ്ടിയിലായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.